ചേട്ടാ ചേട്ടാ അച്ഛനടുത്ത് മിണ്ടുന്നില്ല ചേട്ടാ. അച്ഛനടുത്ത് മിണ്ടുന്നില്ലെന്ന്. മിണ്ടുന്നില്ലേ? ആ എന്ത് മിണ്ടാത്ത? നീ കാശ് വല്ലതും ചോദിച്ചാ? കാശ് ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചാൽ വഴക്കുറയാനും മിണ്ടത്തില്ല. ഇതിപ്പോ അതുപോലും ഇല്ല ചേട്ടാ. അച്ഛനെ വല്ലതും പറഞ്ഞേടാ? ഞാൻ എന്തോന്ന് പറയാ, രാവിലെ തൊട്ട് എൻ്റെ അടുത്ത് ഒരു രൂപ മിണ്ടുന്നില്ല. ഒന്നും മിണ്ടുന്നില്ല? ആ അപ്പൊ എന്തോ പണി കിട്ടിയിട്ടുണ്ടല്ലോ. എന്തോ പണി കിട്ടിയിട്ടുണ്ട് അച്ഛന്. അതെന്തോന്ന് വർത്താനായിട്ട് നീ പണി അച്ഛൻ ഇട്ടല്ലോ. ചേട്ടാ സ്വന്തം മക്കൾ ആരെയും അച്ഛന്മാർക്കിട്ട് പണിയോ? മനുഷ്യത്തുള്ള ആരും ചെയ്യില്ല, നീ ചെയ്യും. ചേട്ടാ ഇങ്ങനെ കണ്ണിച്ചോരില്ല, സംസാരിക്കില്ല ചേട്ടാ. എടാ അച്ഛൻ നിന്റെ അടുത്ത് സംസാരിക്കുന്നില്ലെങ്കിൽ അതിന് രണ്ട് കാരണം ഉണ്ടാവും. എന്ത് രണ്ട് കാരണങ്ങൾ? ഒന്നുകിൽ നീ അച്ഛനിട്ട് പണി കൊടുത്ത്, അല്ലെങ്കിൽ അച്ഛൻ നിനക്കിട്ട് പണി തരും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് പറഞ്ഞാണ് കറക്റ്റ്. അച്ഛൻ എനിക്ക് എന്തോ ഒരു പണി വെച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ ആലോചിച്ച് സമയം കളയുന്നില്ല, എനിക്ക് ഒരുപാട് പണിയുണ്ട്. നീ ചെല്ല്. ഇതെന്ത് വെറ്റിനറി പരിപാടിയൊക്കെ വിട്ട് ഇപ്പൊ ആർക്കിടെക്റ്റിന്റെ പരിപാടിക്ക് ഇറങ്ങിയോ? എടാ ഇതൊരു മോസ്റ്റ് മോഡേൺ തൊഴുത്താണ്. മോസ്റ്റ് മോഡേൺ തൊഴുത്ത്. ഇത്രയും വലിയ തൊഴുത്തോ? ഇത് നമ്മുടെ പൂച്ചക്കാവിലെ മറ്റേ ഹൈദ്രോസിക്കാടെ വീടിന്റെ അത്ര ഉണ്ടല്ലോ. അതാണ് മോസ്റ്റ് മോഡേൺ എന്ന് പറഞ്ഞത്. ആ തൊഴുത്തല്ലേ, അതിന് മോസ്റ്റ് മോഡേൺ പറയുന്നതിന്? എടാ ഈ തൊഴുത്തിൽ ചില പ്രത്യേക സംഭവങ്ങളാണ് നടക്കണത്. എന്ത് പ്രത്യേകം? ഈ തൊഴുത്തില് പാല് ശേഖരിച്ചിട്ട് പാസ്ചറൈസ് ചെയ്ത് ശീതീകരിച്ചിട്ട് സീൽ ചെയ്ത് പുറത്തു വരും. എല്ലാ പ്രോസസ്സും ഒറ്റ തൊഴുത്തിന്റെ ഒറ്റ തൊഴുത്തിൽ. ഇത് എത്ര രൂപ വരും? ഇത് 5 ലക്ഷം രൂപ വരും. 5 ലക്ഷം രൂപയോ ഒരു തൊഴുത്തിനോ? 5 ലക്ഷം രൂപ ഒരു തൊഴുത്തിനോ? 5 ലക്ഷം രൂപ തൊഴുത്തുന്ന മോശം സ്ഥലമാണ്. ഇവിടെ ഏറ്റവും ഹൈജീനിക്കാരുടെ സ്ഥലമാണ് തൊഴുത്ത്. എന്തെങ്കിലും ആവട്ടെ, എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിത്താ. നിന്റെ കാര്യത്തിന് തീരുമാനം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നീ ചെല്ലു. മനസ്സിലില്ലാതെ പറയല്ലോ. എന്തെങ്കിലും ഒന്ന് ചെയ്താ ചേട്ടാ. ഒന്നും ചെയ്യാൻ പറ്റില്ല, നീ പോകാൻ പറഞ്ഞില്ലേ? ചേട്ടാ ഒന്ന് നോക്കേട്ടാ. ചേട്ടൻ തീരുമാനിച്ചാൽ നടക്കും. നീ ചുമ്മാ സോപ്പിട്ടൊന്നും വേണ്ട. നിന്റെ കാര്യത്തിൽ നിന്ന് അവസരം ഞാൻ പെട്ടു. ഇല്ല അങ്ങനെ പെടത്തില്ല ചേട്ടാ. തെറ്റിച്ച് നീ ചെല്ല്. എന്താണ് അമ്മായിമ്മ മരുമോളും തമ്മിൽ ഒരു കുശുകുശിക്കല്? അതെ, ഞങ്ങളൊരു കാര്യം ചോദിക്കാൻ വന്നാ. കാശിന്റെ കാര്യം വല്ലതുവാണെങ്കിൽ എന്നോട് ചോദിക്കാൻ വരണ്ട. കാശിന്റെ കാര്യമല്ല, സുമേഷിന്റെ കാര്യം. സുമേഷിന്റെ കാര്യമാണ് എന്നോട് സംസാരിക്കണ. എനിക്ക് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. നിങ്ങൾ എന്താ ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ? എന്താ പ്രശ്നം എന്നൊന്നും ഞങ്ങളോട് പറ. ഒരു പ്രശ്നമില്ല. അയ്യോ, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഈ മുൻകരുതൽ കേട്ടാ. അച്ഛാ അവൻ എന്താ ചെയ്തെന്നെങ്കിലും പറ. എനിക്ക് പറയാൻ മനസ്സില്ല. അവൻ എന്റെ ആരുമല്ല. അങ്ങനെ ആരുമില്ലെന്നൊക്കെ എങ്ങനെയാ പറയുന്നേ? ഒന്നുമില്ലേലും അവൻ നമ്മുടെ ഇളയ മോനല്ലേ? അയ്യോ ആയിരുന്നു. തക്കുട് മോനെ എന്ന് പറഞ്ഞ് ഒക്കത്തിരുത്തി കൊണ്ട് നടന്നതാ. അതൊക്കെ പണ്ട്. അവൻ എന്റെ മോനും അല്ല, ഞാൻ അവന്റെ അച്ഛനും അല്ല. അയ്യോ അച്ഛൻ എന്ത് വർത്താനം നോക്കി പറയുന്നത്? എന്തെങ്കിലും വഴക്കുണ്ടായെന്ന് വെച്ച് അവൻ എന്തുമാത്രം വിഷമമുണ്ടെന്നറിയാം അച്ഛൻ മിണ്ടാ നടന്നിട്ട്. അയ്യോ ആണോ? വിഷമമായോ? കുടുംബാവ കരഞ്ഞോ? അവൻ കരഞ്ഞാ നിങ്ങളുടെ പ്രശ്നം തീരുവോ? എന്റെ പ്രശ്നം തീരുന്നില്ല. എടി അവൻ കരഞ്ഞ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറും മുതലക്കണ്ണീരാണെന്നേ. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്ന് ഞങ്ങളോട് പറ. എന്നാലല്ലേ ഞങ്ങൾക്ക് ഒന്ന് സോൾവ് ചെയ്ത് തരാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ ഇവിടെ എന്റെ പ്രശ്നം ആരും സോൾവ് ചെയ്ത് തരാനൊന്നും വേണ്ട. ഇത്രയും കാലം അവനോട് മിണ്ടിയിട്ടേ ഒരു ഗുണം ഉണ്ടായിട്ടില്ലല്ലോ. ഇനി കുറച്ചാലും മിണ്ടാതിരുന്നോളാം. അത് തന്നെ. അച്ഛാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അവൻ അച്ഛന്റെ പൈസ വല്ലതും അടിച്ചു മാറ്റിയോ? അങ്ങനെ വല്ലായിരുന്നു. അവരെ മുട്ടുകാലം ഞാൻ തല്ലി പിടിച്ചാനെ. അവൻ അങ്ങനെ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. നിനക്കെന്താ അത്ര ഉറപ്പ്? അതുപോലെയല്ലേ നിങ്ങൾ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? എന്നിട്ട് ഒരുമാതിരി നിധി കാക്കുന്ന ബൂത്തിനെ പോലെ. കൂടുതൽ വർത്താനൊന്നും പറയണ്ട. എനിക്ക് അവനോട് സംസാരിക്കാൻ താല്പര്യമില്ല. അത്ര തന്നെ. അച്ഛാ അച്ഛന്റെ ഒരു മനസമാധാനത്തിന് പ്രശ്നം എന്താണെന്ന് അച്ഛൻ എന്നോടെങ്കിലും പറ. ഇനി ഇവളോട് പറയാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ എന്നോട് പറ. അയ്യോ രണ്ടുപേരോടും പറയാൻ താല്പര്യമില്ല. അല്ല പിന്നെ ഒന്നിരിക്കുന്നു രണ്ടു പിടിഞ്ഞു. എന്തുവാടി ഇത്? സുമ എന്തോ കാര്യമായിട്ട് ഒപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. അല്ല ഇങ്ങനെ ദേഷ്യപ്പെട്ട് നടക്കുകയല്ലോ. ഇനി അവനോട് ചോദിക്കണോ?